തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ആത്മീയ വിഷയമാണ് ബന്ധിതർക്ക് മോചനം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ബന്ധനങ്ങൾ കഴിയുന്നവർക്ക് മോചനം കൊടുക്കാനാണ്. നാം ധ്യാനപ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, രോഗബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നുള്ള വിടുതൽ, തഴക്കദോഷങ്ങളിൽ നിന്നുള്ള വിടുതൽ. അതായത് ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് മോചനം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് നാം ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ കൊണ്ടൊക്കെ ഉദ്ദേശിക്കാറ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ, ശാരീരിക, മാനസിക മേഖലകളിലെ ബന്ധനങ്ങൾ തിരിച്ചറിയാനും സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിടുതൽ ലഭിക്കുന്നതിനെയാണ് നാം വിമോചന ശുശ്രൂഷ അല്ലെങ്കിൽ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ബന്ധിതർക്ക് മോചനം എന്ന ആ പേരിൽ സഭ വളരെ ശക്തമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒട്ടുമിക്ക കരിസ്മാറ്റിക് ധ്യാനഗുരുക്കന്മാരും ഒരു വലിയൊരു അജപാലന ശുശ്രൂഷ എന്ന പോലെ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ബന്ധിതർക്ക് മോചനം എന്ന ശുശ്രൂഷ? സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, ഈ ഒരു ശുശ്രൂഷ ഒരു വരപ്രസാദമാണ്, ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വരമാണ്, വരപ്രസാദമാണ് ബന്ധിതർക്ക് മോചനം എന്ന ശുശ്രൂഷ. രണ്ടാം വത്തിക്കാൻ കൗൺസില് തിരുസഭ എന്ന ആ പ്രബോധനത്തിൽ അധ്യായം 12 നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: എല്ലാ നിലകളിലുമുള്ള ക്രിസ്ത്യാനികൾക്ക്, എല്ലാ നിലകളിലുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ ദൈവം പ്രത്യേക വരപ്രസാദം വിതരണം ചെയ്യുന്നു. അതായത് വരങ്ങൾ, കൃപകൾ നൽകിയിരിക്കുന്നത് അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ മാത്രമെന്നല്ല, എല്ലാ നിലകളിലുമുള്ള ക്രിസ്ത്യാനികൾക്ക്, അൽമായര്, പുരോഹിതര്, സന്യസ്തര്, എല്ലാ നിലകളിലുമുള്ള ക്രിസ്ത്യാനികൾക്ക് വരപ്രസാദം നൽകിയിരിക്കുകയാണ്. ഈ വരപ്രസാദം എന്തിനു വേണ്ടിയാണ്? സഭ പഠിപ്പിക്കുകയാണ്, ഇത് സഭയുടെ നവീകരണത്തിന്, ഇത് സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം ഇന്ന് ആരംഭത്തിൽ സൂചിപ്പിച്ചു, ബന്ധിതർക്ക് മോചനം എന്ന് പറയുന്ന ഈ ശുശ്രൂഷ ഒരു വരമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ നിലകളിലുമുള്ള ക്രിസ്ത്യാനികൾക്ക് വരപ്രസാദം നൽകിയിരിക്കുന്നു. ഈ വരപ്രസാദങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഇത് സഭയുടെ നവീകരണത്തിനും
സഭയുടെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ ആപ്തവാക്യം തന്നെ എല്ലാം ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിന് വേണ്ടി, സഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവം സുവിശേഷത്തിലൂടെ, വചനത്തിലൂടെ നൽകിയിരിക്കുന്ന വരങ്ങൾ, കൃപകൾ, അഭിഷേകങ്ങളെല്ലാം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും നവീകരണത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും കത്തോലിക്ക സഭയെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ്. ഇന്ന് വളരെ ശക്തമായ ഡെലിവറൻസ് വേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വിഷാദ രോഗങ്ങൾ, അകാരണ ഭയങ്ങൾ, കലഹങ്ങൾ, കുടുംബ തകർച്ചകൾ, പല വിധത്തിലുള്ള മാറാരോഗങ്ങൾ. അപ്പോൾ ഇന്നൊരു ഡെലിവറൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് റിന്യൂവൽ 2-3 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട വൈദികർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും തിരഞ്ഞെടുക്കപ്പെട്ട അൽമായർക്കുമായി ഒരു ഡെലിവറൻസിൻ്റെ ഒരു കോൺഫറൻസ് തന്നെ നടത്തുകയുണ്ടായി. ഈ കോൺഫറൻസിന് നേതൃത്വം വഹിച്ചത് അമേരിക്കയിൽ നിന്നുള്ള ഒരു അൽമായ സഹോദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നീൽ ലൊസാനോ എന്നാണ്. ഇദ്ദേഹം വിമോചനത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സാധാരണ നമ്മുടെ ധ്യാനങ്ങളിലൊക്കെ നാം കാണുന്ന ഒരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനോ മറ്റേതെങ്കിലും ശുശ്രൂഷകരോ വളരെ ഉറക്കെ വലിയ ശബ്ദത്തിൽ സാത്താനെ ബഹിഷ്കരിക്കുന്നതും തിന്മകളെ ബന്ധിക്കുന്നതും രോഗങ്ങളെ ശാസിക്കുന്നതും അങ്ങനെ അപ്രകാരമുള്ള ശുശ്രൂഷകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ഈ നീൽ ലൊസാനോ എന്ന് പറയുന്ന സഹോദരൻ ഈ വിടുതൽ വിമോചന ശുശ്രൂഷയ്ക്ക് 5 താക്കോലുകളെ കുറിച്ച് സംസാരിച്ചു. എനിക്കത് വളരെ വളരെ പ്രായോഗികമായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. വിമോചന ശുശ്രൂഷ ഒരു വരമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് റോമിലുള്ള എൻ്റെ പഠന കാലഘട്ടത്തിൽ കുറച്ചുനാൾ ലോകപ്രശസ്തനായ ഭൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ ആമോട്ട് അച്ഛൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പഠിക്കുവാനും അച്ഛൻ്റെ ശുശ്രൂഷ കാണുവാനുമായിട്ട് എനിക്ക് പോകാൻ ഉള്ള അവസരം ലഭിച്ചു. ഈ അവസരത്തിൽ ഭൂതോച്ചാടനം അല്ലെങ്കിൽ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ഒരു വരമാണെന്നുള്ള വളരെ ശക്തമായ ഒരു ബോധ്യം എനിക്ക് കിട്ടിയതാണ്. കാരണം ഈ ഒരു വരമുള്ള ഈ ഒരു വൈദികൻ തൻ്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ തന്നെ അനവധി പേർക്ക് ഡെലിവറൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. വലിയ ശബ്ദത്തിലല്ലാതെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനകളിലൂടെ അനവധി പേർക്ക് ഡെലിവറൻസ് കിട്ടുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ സാത്താനെ ബന്ധിക്കൽ, സാത്താനെ ശാസിക്കൽ വലിയ ഒച്ചത്തിലുള്ള ശുശ്രൂഷകൾ മാത്രമല്ല, വരത്തോടെ കൃപകളോടെ ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ സാത്താൻ ഇടിമിന്നൽ പോലെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറും. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതുകൊണ്ടാണല്ലോ നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ അനവധി പേർക്ക് മാറാ രോഗങ്ങളിൽ നിന്ന്
വിടുതൽ കിട്ടുന്നത്. എന്നെ വളരെയധികം കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ ഇടവന്ന ഒരു സംഭവം, ഒരു കൺവെൻഷൻ്റെ സമയത്ത് ഒരു മരുമകള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അവർ പ്രാർത്ഥിച്ചത് അവരുടെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാണ്. ആ അമ്മായിയമ്മയുടെ നാവിന് വലിയ ഒരു ക്യാൻസർ പിടിപെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ നാവ് ഞാൻ നേരിട്ട് കണ്ടതാണ്. വലിയൊരു മുറിവ്, പഴുപ്പ്, വലിയൊരു വ്രണം ബാധിച്ച നാവ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗത്തെ ശാസിച്ചു പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നെനിക്ക് മനസ്സിലായ ഒരു സംഭവം. പിറ്റേ ദിവസം ഈ മരുമകളും ഈ അമ്മായിയമ്മയും ശുശ്രൂഷയ്ക്ക് വരികയും അവർ 10,000-കണക്കിന് ആൾക്കാരുടെ മുൻപിൽ വെച്ച് നൽകിയ സാക്ഷ്യം, ആ നാവിലുണ്ടായ മുറിവ് കർത്താവ് കരിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ അടി മുതൽ തല വരെ എനിക്ക് വിറയൽ അനുഭവപ്പെടുക. പിറ്റേ ദിവസം സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് എന്നെ അവരുടെ വാ തുറന്ന് നാവ് കാണിച്ചപ്പോൾ ആ മുറിവ് ഉണങ്ങിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ ബന്ധിക്കുന്നത്, തിന്മകളെ ശാസിക്കുന്നത്, അങ്ങനെ ബന്ധനത്തിൽ, അത് രോഗപരമായ ബന്ധനങ്ങൾ മാത്രമല്ല, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, കലഹത്തിൻ്റെ, നിരാശയുടെ, വെറുപ്പിൻ്റെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ, സ്നേഹരാഹിത്യത്തിൻ്റെ, പ്രാർത്ഥനയില്ലായ്മയുടെ, വിശ്വാസമില്ലായ്മയുടെ ബന്ധനങ്ങളിൽ പെടുന്നവർക്കുള്ള വിമോചനത്തെക്കുറിച്ച് ആ അമേരിക്കയിൽ നിന്ന് വന്ന നീൽ ലൊസാനോ 5 താക്കോലുകൾ നൽകിക്കൊണ്ട് പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ താക്കോൽ, ഒരു വിമോചനത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ താക്കോല് ദൈവവചനത്തെ ആസ്പദമാക്കി തന്നെയാണ്. അദ്ദേഹം അവിടെ കൂടിയ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മായ നേതൃത്വത്തെയും പഠിപ്പിച്ചു. ഒന്നാമത്തേത് ആഴത്തിലുള്ള അനുതാപം. നമുക്കൊരു ഡെലിവറൻസ് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വിമോചനത്തിലേക്കുള്ള ഒന്നാമത്തെ പടി അല്ലെങ്കിൽ ഒന്നാമത്തെ താക്കോല് അനുതപിക്കുകയാണ്. നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്കറിയാം, സഭയുടെ ഭൂതോച്ചാടന പ്രാർത്ഥനയിൽ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഈ ഭൂതോച്ചാടനം ചെയ്യുന്ന വൈദികനും അല്ലെങ്കിൽ ഭൂതോച്ചാടനം ആഗ്രഹിച്ചു വരുന്ന വ്യക്തികളും ഏറ്റവും ആദ്യം തന്നെ അവരുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് മനസ്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി ആ ഒരു ശുശ്രൂഷയിലേക്ക് വരുന്നത് സഭയുടെ ഔദ്യോഗിക ഭൂതോച്ചാടന ശുശ്രൂഷയിൽ നാം കാണാറുണ്ട്. ഇത് തന്നെയാണ് അൽമായം പഠിപ്പിച്ചത്. ഒന്നാമത്തേത് ഒരു വിമോചനം, ഒരു സിമ്പിൾ വിമോചനമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ആദ്യത്തെ ഒരു താക്കോലാണ് നമ്മൾ അനുതപിക്കുക. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ദ്രോഹങ്ങൾ, ദൈവത്തിനെതിരെ, മനുഷ്യർക്കെതിരെ, പ്രകൃതിക്കെതിരെ, അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചോർത്ത് ദൈവത്തിൻ്റെ മുൻപിൽ കരഞ്ഞ് മാപ്പ് പറയുമ്പോൾ നാം വിമോചന ശുശ്രൂഷയുടെ ഒന്നാമത്തെ താക്കോലാണ് ഉപയോഗിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ അനുതപിക്കുമ്പോൾ തന്നെ ദൈവരാജ്യം ആ കുടുംബത്തിലേക്ക് കടന്നു വരിക, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. അവിടെ വിമോചന ശുശ്രൂഷ ആരംഭിക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന്
അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടി തകർന്നു പോവുകയാണ്. നമ്മുടെ ആത്മീയ, ശാരീരിക, മാനസികമായ ബന്ധനങ്ങൾ അനുതാപ ശുശ്രൂഷയിലൂടെ അവയെല്ലാം തകർന്നു പോവുകയാണ്. അതാണ് ആരംഭത്തിൽ നാം സൂചിപ്പിച്ചത്. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ബന്ധനങ്ങൾ തിരിച്ചറിയാനും അവയെ വിമോചിക്കാനും സാധിക്കുന്ന ശുശ്രൂഷയാണ് വിമോചന ശുശ്രൂഷ എന്ന് നാം പഠിക്കുന്നത്. നീൽ ലൊസാനോ രണ്ടാമത്തെ താക്കോല് നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തിയത് ക്ഷമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള ആ ഒരു കൃപ, അതൊരു കത്തോലിക്കൻ്റെ അടിസ്ഥാന ദൈവവിളിയാണ്. കുരിശിൽ തൂങ്ങി കിടക്കുമ്പോൾ പോലും തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചവനാണ് നമ്മുടെ കർത്താവായ ഈശോ. മത്തായിയുടെ സുവിശേഷം 6:15 ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കില്ല. അപ്പം ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡെലിവറൻസ് കിട്ടുക, നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കുക, നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, നമ്മളെ ദ്രോഹിച്ചവരോട്, നമ്മളെ ഒറ്റപ്പെടുത്തിയവരോട്, നമ്മളെ മാറ്റി നിർത്തിയവരോട്, നമ്മളെ ശാരീരികമായി ഉപദ്രവിച്ചവരോട്, നമ്മുടെ കഴിവുകൾ കെടുത്തിക്കളഞ്ഞവരോട്, നമ്മളെ വളരാൻ സമ്മതിക്കാതിരുന്നവരോട് യേശുവിൻ്റെ നാമത്തിൽ അവരോട് ക്ഷമിക്കുന്നത് ഡെലിവറൻസിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ആ ക്ഷമ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയാനും, ദൈവമേ നിൻ്റെ നാമത്തിൽ എന്നെ ദ്രോഹിച്ച എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ ഭാര്യയോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ മക്കളോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ അയൽവാസികളോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ക്ഷമിക്കുന്നു. നാം ഹൃദയം തുറന്ന് വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ ദ്രോഹങ്ങൾ നിമിത്തം നമ്മുടെ മേൽ വന്നു പതിച്ച സകലവിധ തിന്മകളുടെ കെട്ടുകൾ യേശു നാമത്തിൽ പൊട്ടി തകർന്നു പോവുകയാണ്. അപ്പോൾ വിമോചന ശുശ്രൂഷയുടെ രണ്ടാമത്തെ താക്കോലാണ് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുവാനുമുള്ള കൃപയെന്ന് ബഹുമാനപ്പെട്ട നീൽ എന്ന സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്നു. അദ്ദേഹം മൂന്നാമത്തെ താക്കോല് പരിചയപ്പെടുത്തുകയാണ്, യേശു നാമത്തിൽ പരിത്യജിക്കൽ. എന്താണ് യേശുവിൻ്റെ നാമത്തിൽ പരിത്യജിക്കൽ? അതായത് നാം തിരിച്ചറിയണം നമ്മളിലുള്ള ബന്ധനങ്ങൾക്കുള്ള കാരണങ്ങൾ. അമിതമായ ടെലിവിഷൻ, അമിതമായ ഇൻ്റർനെറ്റ്, ചീത്ത പുസ്തകങ്ങളുമായുള്ള ബന്ധനങ്ങൾ, അമിതമായ ജഡികാസക്തികൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, വ്യഭിചാര ആസക്തികൾ, അന്യപുരുഷനുമായിട്ടുള്ള അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, മറ്റു പൂജാവിധികളിലേക്ക് പോകൽ. യേശു നാമത്തിൽ ബോധപൂർവം ഈ മേഖലകളെ നാം പരിത്യജിക്കണം. അപ്പം നമുക്കൊരു ഡെലിവറൻസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് യേശു നാമത്തിൽ എൻ്റെ ഈ ബലഹീനതയെ ഞാൻ പരിത്യജിക്കുന്നു, എൻ്റെ തഴക്കദോഷങ്ങളെ, സ്വയംഭോഗ ആസക്തികളെ, ജഡിക ആസക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പരിത്യജിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിൽ പരിത്യജിക്കുമ്പോൾ നമ്മളിലുള്ള നമ്മിലുള്ള ഇരുട്ട് യേശുനാമത്തിൽ വിട്ടുപോകും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നാം അത് പരിത്യജിക്കുമ്പോൾ നമ്മളിലുള്ള ബലഹീനതകളുടെ ചങ്ങലക്കെട്ടുകൾ യേശുനാമത്തിൽ തകർക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ
പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും സുഖഭോഗങ്ങളും യേശുനാമത്തിൽ പരിത്യജിക്കുമ്പോൾ തന്നെ ആത്മീയമായ ഒരു ഡെലിവറൻസ് നമുക്ക് ലഭിക്കും. നാലാമത്തെ താക്കോല് സുവിശേഷകനായ നീൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: യേശുനാമത്തിലുള്ള അധികാര വിനിയോഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വലിയൊരു പൗരോഹിത്യ അധികാരം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. യേശുനാമത്തിൽ എൻ്റെ ഈ തഴക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ എൻ്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള ആത്മഹത്യ പ്രവണതകൾ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ നിരന്തരമായ ദാരിദ്ര്യങ്ങൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പലതവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ തവണയും യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാറാ രോഗങ്ങളായ ക്യാൻസറുകൾ, ദാരിദ്ര്യങ്ങൾ, കടബാധ്യതകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, 16ഉം 18ഉം വർഷങ്ങൾ ആയിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, യേശുനാമത്തിൽ ആ ബന്ധനങ്ങൾ വിട്ടുമാറും. അപ്പോൾ നാലാമത്തെ താക്കോല് ഈ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത് യേശുനാമത്തിലുള്ള വിടുതൽ പ്രാർത്ഥനകളാണ്. നമുക്ക് ഔദ്യോഗികമായ ഭൂതോച്ചാടന ശുശ്രൂഷയുണ്ട്. അഭിവന്യ പിതാവ് ചുമതലപ്പെടുത്തുന്ന, അതായത് ഒരു രൂപതയുടെ മെത്രാൻ ചുമതലപ്പെടുത്തുന്ന വൈദികൻ ചെയ്യേണ്ട ഔദ്യോഗിക ശുശ്രൂഷയുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായ സിമ്പിൾ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. യേശുനാമത്തിൽ എൻ്റെ തഴക്കദോഷങ്ങളെ ബന്ധിക്കാൻ, യേശുനാമത്തിൽ എൻ്റെ രോഗങ്ങളെ ബന്ധിക്കാൻ, യേശുനാമത്തിൽ എൻ്റെ മേലുള്ള അസ്വസ്ഥതകളെ ബന്ധിക്കാനുള്ള കഴിവ്. ലൂക്ക 1:20 പഠിപ്പിക്കുന്നുണ്ട്: ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തെ താക്കോല് നീൽ ലൊസാനോ പഠിപ്പിക്കുന്നത് ഈ 4 താക്കോലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അഞ്ചാമത്തേത് പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കലാണ്. ഈ 5 താക്കോലുകളുടെ ഉപയോഗം: പിതാവായ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. അതായത് ഞാൻ മനസ്തപിച്ചു, ക്ഷമ ചോദിച്ചു, ഞാൻ യേശുനാമത്തിൽ പരിത്യജിച്ചു, യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി ആബാ പിതാവേ, അങ്ങയുടെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ, അവൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ രക്ഷിക്കണമേ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആശീർവാദം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു വിമോചന ശുശ്രൂഷ നമുക്ക് ലഭിക്കുകയാണ്. ഇത് സഭയുടെ അജപാലന ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം പിതാവിൻ്റെ അനുഗ്രഹം: സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ ദൈവപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മർക്കോസ് 1:11. അപ്പോൾ പിതാവായ ദൈവമാണ് സകല വിമോചന ശുശ്രൂഷകളുടെയും ഉടമസ്ഥൻ. ഇപ്പം ഏറ്റവും അവസാനത്തെ താക്കോല് ആബ പ്രാർത്ഥനയിലേക്ക് നാം കടന്നു വരികയാണ്, ആബ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഇതെന്തിനാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? എല്ലാ കുരുക്കുകളിലും കെട്ടുപാടുകളിലും വിഷമിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന വിടുതലാണ്. വിജയപുരം രൂപതയുടെ മോൺസിഞ്ഞോർ ജോസ് നവാസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നമ്മളെ ബാധിക്കുന്ന പലതരം കുരുക്കുകൾ, കെട്ടുപാടുകളുണ്ട്. ഇതിൽ മനുഷ്യർ മുഴുവൻ വിഷമിക്കുകയാണ്. മനുഷ്യർ സ്വത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും പാപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും കെട്ടുപാടുകൾ, കോപത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ കെട്ടുപാടുകൾ, ഇവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കണം. ഈ കെട്ടുപാടുകൾ നിമിത്തം മനുഷ്യൻ അടിമത്തം അനുഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഈ അടിമത്തത്തെ അതിൻ്റെ വേരോടെ പിഴുതെടുത്ത് കളയാനാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷാകര അനുഭവത്തിലേക്കുള്ള ഒരു ദൈവവിളിയാണ് യഥാർത്ഥത്തിൽ ഒരു വിമോചന ശുശ്രൂഷ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇവിടെ ചെയ്യേണ്ടത് ഒന്നാണ്:
നവാസ് അച്ഛൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ഏറ്റുപറയാനും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ദൈവത്തിലും അപരിലും ശ്രദ്ധിക്കാനും സാധിക്കുമ്പോൾ നാം എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിതരാകും. ഞാനതൊരിക്കൽ കൂടെ അച്ഛൻ എഴുതിയത് ഇപ്രകാരമാണ്: ഏറ്റുപറയാനും, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുവാനും ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും ദൈവത്തിലും അപരിലും ശ്രദ്ധ പതിപ്പിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ എല്ലാവിധ കുടുക്കുകളും എല്ലാവിധ കൂടോത്ര മന്ത്രവാദങ്ങളും എല്ലാവിധ അസ്വസ്ഥതകളും യേശുനാമത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നത്തെ ധ്യാന വിഷയം ബന്ധിതരായവർക്കുള്ള മോചനമാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനവധി രീതിയിലുള്ള ബന്ധനങ്ങളിലാണ്. പല വിധത്തിലുള്ള ബന്ധനങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ. യേശുവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അനുതപിച്ച് ക്ഷമ ചോദിച്ച് നിൻ്റെ നാമത്തിൽ പരിത്യജിച്ച് നിൻ്റെ നാമത്തിൽ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു നാമത്തിൽ എല്ലാ സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ മേഖലകളിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. മാറാ രോഗികൾക്ക് സൗഖ്യം കിട്ടട്ടെ. യേശു നാമത്തിൽ വിഷാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശു നാമത്തിൽ കുടുംബത്തിലുള്ള കലഹങ്ങൾ വിട്ടുമാറട്ടെ. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.